അതെ, കഴിഞ്ഞ കൊല്ലം കോവിഡ് പശ്ചാത്തലത്തിൽ യുക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി പാഠഭാരം കുറക്കാൻ ഏതൊക്കെയാണ് വെട്ടിയത്? ഗാന്ധിവധം മൊത്തം വെട്ടി. ഏതോ ഒരു ഗോഡ്സെ വന്നു ഗാന്ധിയെ വെടിവെച്ച് കൊന്നു എന്നേ വെട്ടിയ ശേഷമുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കോണ്ടക്സ്റ്റും ഇല്ല. അത് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 14 സെൻറ്റൻസാണ് നിശേഷം വെട്ടിമാറ്റിയത്. മൗലാന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ മൗലാന ആസാദ്, അബുൽ കലാം ആസാദിൻ്റെ പേര് മാത്രം വെട്ടി. നെഹ്റു ഉണ്ട്, അംബേദ്കർ ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, സർദാർ പട്ടേലുണ്ട്. മൗലാന ആ ചർച്ചകൾ നടക്കുന്ന ചർച്ചകളെ ഭാഗമാക്കായിരുന്നവരുടെ 5 പേരുകൾ കൊടുത്തവരിൽ മൗലാന അബുൽ കലാം ആസാദിൻ്റെ പേര് മാത്രം വെട്ടി. മുഗൾ ചരിത്രം ഏതാണ്ട് അപ്പാട് വെട്ടി. അപ്പം ഇതിനൊക്കെ പറയുന്നത് ഈ ക്ഷേത്രധ്വംസനം, ഇൻവേഡേഴ്സ്, ആരാണ് അബോറിജിനൽസ്? ഇന്ത്യ വാസ്തവത്തിൽ ഒരു 4 കൂട്ട പെരുവഴിയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഏൻഷ്യൻ DNA, പ്രാചീന ജനിതക ശാസ്ത്രമടക്കമുള്ള, അതിനു മുമ്പ് പുരാവസ്തു വിജ്ഞാനീയവും ഭാഷാശാസ്ത്രവും ഒക്കെ അസന്നിഗ്ധമായി തെളിയിച്ചതാണ്. ആര്യഭാഷ സംസാരിക്കുന്ന ജനവിഭാഗം കാസ്പിയൻ കടലിനോടടുത്തുള്ള പുൽമേടുകളിൽ നിന്ന് ഏതാണ്ട് 1500 BC ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത, അത് ഇൻവേഷനല്ല മൈഗ്രേഷനാണെന്നാണ് ഇപ്പോൾ ഭൂരിപക്ഷം ചരിത്രകാരന്മാരും പറയുന്നത്. അതിനു മുമ്പ് ഹാരപ്പൻ സംസ്കാരമുണ്ടായിരുന്നു. അത് ആര്യേതരമായിരുന്നു എന്ന് അസന്നിഗ്ധമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഈ ഹാരപ്പൻ സംസ്കാരം ആര്യൻ സംസ്കാരവും ഈ വൈദിക സംസ്കാരവും ഒന്നാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് സിന്ധു സരസ്വതി സംസ്കാരം എന്നൊക്കെ ഇവർ വിളക്കി ചേർക്കുന്നത്. അത് രണ്ടും രണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കുള്ള അബോറിജിനൽസ് ആരാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്ത്യൻസ് ഏതാണ്ട് 70,000 കൊല്ലം മുമ്പ് ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ആഫ്രിക്ക മൈഗ്രേഷൻ 70,000 കൊല്ലം മുമ്പ് നടന്നപ്പോൾ 65,000 കൊല്ലം മുമ്പ് ആ ആഫ്രിക്കൻസ് എത്തിയ അവരാണ് ഫസ്റ്റ് ഇന്ത്യൻസ്. അതിനുശേഷം എത്രയോ കൂട്ടർ വന്നു. ഈ ഹാരപ്പൻ സംസ്കാരം പോലും ഫസ്റ്റ് ഇന്ത്യൻസും ഇറാനിലെ സാഗ്രോസ് താഴ്വരയിലെ ഇറാനിയൻ ഇടയന്മാരും ചെറു കൃഷിക്കാരുമായിരുന്നവരും കലർന്നുണ്ടാക്കിയ ബലൂചിസ്ഥാനിലൊക്കെ വളർന്നു വന്ന ഒരു സിവിലൈസേഷനാണ്. അതിനുശേഷമാണ് ഈ ആര്യഭാഷ സംസാരിക്കുന്നവർ വരുന്നത്. അതിനുശേഷം ഈ ടിബറ്റോ ബർമൻ ഭാഷ സംസാരിക്കുന്ന ആ ഭാഗത്തുനിന്ന് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അതിനുശേഷം കുഷാണന്മാരും ഷകന്മാരും പാർത്തിയന്മാരും ഹൂണന്മാരും ഒക്കെ വന്നതിന് ശേഷമാണ് ഈ ഗോറിമാരും സുൽത്താനേറ്റ് ഭരണാധികാരിയും മുഗളന്മാരും ഒക്കെ വരുന്നത്. പല പല തകിടുകളിലായിട്ട് അടുക്കുകളിലായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംസ്കൃതി. എത്ര മായ്ച്ചു പിടിക്കാൻ ശ്രമിച്ചാലും മായ്ച്ചാലും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന വൈവിധ്യങ്ങളുടെ നാട്. Debate with Arun Kumar.